വേണം. സമയത്തിന് പരിമിതികളുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് ഞാൻ ഇരുപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് കരുണയുള്ള ദൈവമാണ്. Our God is a merciful God. എത്ര പേർക്ക് അത് അനുഭവിക്കാനായിട്ട് കഴിയും? How many of you have experienced that? അമിശ്രിതം വേദനകൾ, പ്രതിസന്ധികൾ, തകർച്ചകളൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും ദൈവത്തിന് ഒരു പ്രത്യേകതയാണ്, അവൻ കരുണയുള്ള ദൈവമാണ്. Though we have challenges and pain and suffering in our life, one characteristic of God is that He is a compassionate God. ഞാൻ സങ്കീർത്തനത്തിൽ നിന്ന് മാറി മറ്റൊരു ഭാഗം അമിശ്രിതം വിലാപങ്ങളുടെ പുസ്തകം എടുത്താട്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കണം. I just wanted to quickly bring your attention to the book of Lamentations chapter 3 verse 21 onwards. നമുക്ക് ഏവർക്കും യെരുശലേമിന്റെ തകർച്ചകളെ പറ്റി നന്നായിട്ട് അറിയാം. We all know the context in which this is written. It's about the downfall of Jerusalem. ആമേൻ. സ്വതം മുഴുവൻ തീ വെച്ച് തകർക്കപ്പെട്ട ഒരു അന്തരീക്ഷം. A situation in which it has all been burnt up by fire. ആമേൻ. സ്തോത്രം. ആലയവും കൊട്ടാരങ്ങളും എല്ലാം തകർന്നു. The temple and the palace has all been destroyed. മതിലുകൾ തകർന്നു. The walls have been destroyed. ഒരു വലിയ ചണ്ടിക്കൂമ്പാരം, ചാരക്കൂമ്പാരമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. And now it is a desolate wasteland. ജനങ്ങളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് പട്ടിണിയും പൈതാഹവും പിടിക്കപ്പെട്ട് ബാബേലിൽ പോയ ചരിത്രങ്ങളൊക്കെ നമുക്ക്. And we know the history in which the people were all captive and taken away as exiles into Babylon. ആമേൻ. ഇത് സംഭവിക്കുന്നതിന് മുൻപേ മുന്നറിയിപ്പുകൾ പ്രവാചകന്മാരിലൂടെ കർത്താവ് ശക്തമായിട്ട് കൊടുത്തു. മടങ്ങി വരണം, മാനസാന്തരപ്പെടണം, ഏറ്റുപറയണം, പാപവഴി ഉപേക്ഷിക്കണം. എന്നാൽ ആ ദൂതുകൾ, ആലോചനകളെല്ലാം ഉപേക്ഷിച്ച് അവർക്ക് ബോധ്യപ്പെട്ടതുപോലെ, അവർക്ക് ബോധിച്ചതുപോലെ നടന്നതുകൊണ്ട് ഈ വിധത്തിൽ ശത്രുവിന്റെ കരുത്തിൽ അകപ്പെടുവാനിടയായി തീർന്നു. And before all of this occurred, there were many warnings that God spoke through His prophets and through His messengers to the people of God, reminding them time and time again, you must turn back, you must repent, you must leave your ways of sin and immorality and come back to the Lord our God. But because they continued to do what was pleasing in their own eyes, God, they called upon themselves this disaster. കണ്ടുനിരിന്റെ പ്രവാചകനായ ഇരമ്യാവ് ഈ തകർച്ചകളെല്ലാം കണ്ട് ഇരുന്ന് കരയുന്നതാണ് നമുക്ക് പ്രാരംഭ അധ്യായങ്ങൾ കാണുവാൻ കഴിയുന്നത്. Jeremiah, known as the weeping prophet, he sits and he's weeping, he's heartbroken, having seen the situation of his homeland. എന്നാൽ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളിപ്പോൾ വായിച്ച 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. And we see here that the writer has meditated on all of these things, having been disheartened and discouraged by the situation around him. But as he laments in the presence of God, he comes down to chapter 3 and verse 21 and he says, this I recall to my mind, therefore I have hope. 20-ാമത്തെ വാക്യത്തിൽ എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ എപ്പോഴും അവയെ ഓർത്ത് ഉരുകിയിരിക്കുന്നു. In verse 20 he says, my soul still remembers and sinks within me. അത് തകർക്കപ്പെട്ടത്, നഷ്ടപ്പെട്ടത്, തീയിട്ടത്, ബന്ധിക്കപ്പെട്ടത്, ഇതെല്ലാം ഓർത്ത് ഹൃദയം ഉള്ളിൽ ഉരുകുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ഓർത്ത് ഒരു പ്രത്യാശയുമുണ്ട്. See, while he meditates and he thinks about the captivity, the exile, thinks about the destruction of the temple and of the palace and the desolation that was brought upon his homeland, his soul withers or sinks within him. But the very next verse he says, I have reason for hope. നമ്മൾ പലപ്പോഴും നമ്മുടെ പരാജയങ്ങൾ, താഴ്ചകൾ, പോരായ്മകൾ, നഷ്ടങ്ങൾ, ശൂന്യതകൾ മാത്രം ഓർക്കുന്നത് കൊണ്ടാണ് നമുക്ക് കയറി വരുവാൻ, മുന്നേറുവാൻ കഴിയാത്തത്. Many times in our own lives we focus so much on our failures, our rejections, we focus on the sorrows and suffering in our life, and so our soul sinks within us. എന്നാൽ പ്രത്യാശയുടെ വകയൂടെ നാം ഓർക്കണം. But we must also cast to memory the reasons for hope. വേദന ഒത്തിരി പറയാനുണ്ട്. There are many, a great list of pain and suffering. തകർച്ചകൾ ഒത്തിരി പറയാനുണ്ട്. There's a great list of things we can name. നഷ്ടങ്ങൾ ഒത്തിരി പറയാനുണ്ട്. If we are talking about our pain and our loss, പരാജയങ്ങൾ ഒത്തിരി പറയാനുണ്ട്. there are many failures to talk about. എന്നാൽ അതിന്റെ നടുവിൽ പ്രത്യാശിക്കുന്ന ചിലത് എന്തെങ്കിലും ഹൃദയത്തിനകത്തുണ്ടോ? But amidst all of those suffering and failure and rejection, is there some reason for hope?
Praise the Lord. Hallelujah. ആമേൻ. ഉലകത്തിൽ എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വകയുള്ള ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ. If there is anyone in this world who has reason for hope, it is the people of God. ആമേൻ. ഉള്ളിൽ ഓർത്ത് ഉരുകാൻ ഒത്തിരി ഉണ്ടെങ്കിലും ഓർത്ത് പ്രത്യാശിക്കാൻ ചിലതുണ്ടെന്നേ. Though there are many reasons we might, hallelujah, sink within ourselves, our souls might be withered and discouraged and, hallelujah, discomforted. Though, hallelujah, this may be the case, there is a reason for hope. എന്ത് ഓർത്തപ്പോഴാണ് ഇരമ്യാവിന്റെ അകത്ത് പ്രത്യാശ വന്നത്? What did he think of in order for him to grasp onto this hope? ആമേൻ. സ്തോത്രം. 22-ാമത്തെ വാക്യം. Verse 22. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. See, the hallelujah writer says, through the Lord's mercies we are not consumed, because his compassions they fail not. ആമേൻ. എന്റെ അകത്തൊരു പ്രത്യാശ കയറി വരുന്നുണ്ട്. There is a hope that arises within me. ആമേൻ. ഉള്ളൊരുകുന്നത് പലതും എന്റെ ജീവിതത്തിലുണ്ട്. Though there are situations that are contrary in my life, അത് ഓർക്കും തോറും ഞാൻ നിരാശയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. when I think of those things, I am being driven to desperation and despair. അവൻ പ്രതീക്ഷിക്കുന്ന ക്രൈസിസ് ട്രാജഡികളൊക്കെ ജീവിതത്തിൽ വന്ന് എവിടെയൊക്കെ തകരാൻ സാധ്യതയുണ്ടെങ്കിലും ചിലത് ഓർത്തിട്ട് എന്റെ അകത്തൊരു പ്രത്യാശ കയറി വരുന്നുണ്ട്. Though there were many things that came in my life that gave me reason for sorrow and grief, Jesus. though there were failure and rejection, and though there were losses, there was a danger that I would be driven to despair. But when I think about the mercies of God, there is reason for hope. അവൻ ഇത്രയും സംഭവം ഉണ്ടെങ്കിലും ഒന്ന് പറയാനുണ്ട്. മുടിഞ്ഞില്ല, തകർന്നില്ല, ഇല്ലാതായിട്ടില്ല, ഒരു ശേഷിപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. And though my situation is completely in opposition and contrary to me, still my God has upheld me. I have not been utterly destroyed. I have not been utterly consumed. Still there is a remnant. There is a reason for hope. Praise the Lord. Hallelujah. മുടിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ തന്നെ അവൻ ഇല്ലാതാകുക, അവൻ കത്തിച്ചാമ്പലാകുക, അവൻ വൈപ്പ് ഔട്ട് ആകുക, ഈ ഒക്കെ അർത്ഥം അതിന് കൊടുത്തിട്ടുണ്ട്. When we talk about being utterly destroyed, it also means things along the lines of being no longer there, being utterly burnt up, being utterly destroyed, being consumed. കത്തിയ ഒരു അന്തരീക്ഷം അവിടെയുണ്ട്. We know that he writes in a context in which the city has been burnt up. നാളുകൾ കൊണ്ട് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ പണിതെടുത്ത ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയ ആലയം തീക്കിരയായി പോയി. See, hallelujah, the temple of God that for generations was the place that hosted the very presence of God has now become prey to the fires. സകലതും ഇടിച്ച് തകർത്ത് അവൻ തരിപ്പണമാക്കി കളഞ്ഞു. He looks around him and all he sees is desolation. Everything has been utterly destroyed. യെരൂശലേം ഇല്ലാതായിരിക്കുകയാണ്. Jerusalem has been flattened. അവൻ മഹത്വം നഷ്ടപ്പെട്ടു പോയി. The glory has been lost. ആരാധന നഷ്ടപ്പെട്ടു പോയി. Worship has ceased. പുരോഹിതന്മാർ ചിതറിപ്പോയി. The priests have been scattered. അവൻ നഷ്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരം അവിടെയുണ്ട്. We see a great heap of losses. പക്ഷേ അതിന്റെ അകത്ത് പറയുകയാണ് എല്ലാം ഒന്നിച്ച് തീർന്നിട്ടില്ല. അവൻ കത്തി തീരാത്ത, എറിഞ്ഞു കളയാത്ത, ഉപേക്ഷിക്കപ്പെടാത്ത ചിലതിനെ ദൈവം മാറ്റിയിട്ടിട്ടുണ്ട്. But even in the midst of this context, this prophet says, we have not utterly been destroyed. We have not utterly been consumed. There is still a remnant. There is a reason for hope. Hallelujah. Hallelujah. കഷ്ടതയും വെല്ലുവിളിയും ശൂന്യതയും ഭാരവും നിന്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിട്ടും എവിടെയൊക്കെ നിന്നെ ശേഷിപ്പിച്ചിട്ടുണ്ട്. ഓർത്തോട്, നിന്നിലൂടെ ഒരു റിസ്റ്റോറേഷൻ, നിന്നിലൂടെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധതയോടെ വിടുകയാണ്. When you have experienced loss and rejection, when you have seen failure and grief one after the other, you thought, when would this end? But every day it's a new challenge. Every day there are new problems, and you think to yourself, Lord, it keeps coming. I cannot stay, or I cannot keep afloat in this destruction. But if the Lord has sustained you, if he has kept you, if there is a remnant that still remains, know this, that there is reason for hope. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. His compassion, his mercies have not finished. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. His compassions fail not. അവൻ മുഴുവൻ കത്തിയിരിക്കുകയാ. പക്ഷേ ഇരമ്യാവ് പറഞ്ഞു തീർന്നിട്ടില്ല. അവൻ മതിൽ ഇടിഞ്ഞു കിടന്നിട്ടുണ്ട്, പക്ഷെ കരുണ തീർന്നിട്ടില്ല. ആലയം ഇപ്പോൾ ഇല്ല, പക്ഷെ കരുണ തീർന്നിട്ടില്ല. സകലതും ചണ്ടി കൂമ്പാരമാണെങ്കിലും അവന്റെ കരുണ തീർന്നിട്ടില്ല. The prophet says, hallelujah, yes, everything may be destroyed, everything may be utterly consumed, there may be nothing that remains, but hallelujah, his compassion
compassions, they fail not. His compassions have not come to an end. His compassions have not come to an end. അവൻ ഇന്ന് പകൽക്കാലം അവൻ ചില പ്രതിസന്ധി വന്ന് ഇല്ലാതാകേണ്ടതാ മുഴുവനായിട്ട്. ചില രോഗങ്ങൾ, ചില കെടുതികൾ വന്ന് നീ മുഴുവനും ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആമേൻ അത് ഇല്ലാതാകേണ്ട ഘട്ടമുണ്ട്. പക്ഷെങ്കിൽ അവൻ കരയാനും പ്രാർത്ഥിക്കാനും ഒക്കെ ചിലതിനെ കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നത് അവൻ തീർന്നിട്ടില്ലെന്ന് തെളിയിക്കാൻ, അവൻ കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കാൻ ഒരു പക്ഷെ വെട്ടേറ്റിട്ടുണ്ട്, ഒരു പക്ഷെ തകർന്നിട്ടുണ്ടെങ്കിലും മുടിഞ്ഞു പോകാതെ നിർത്തിയത് നിന്റെ കണ്ണുനീര് കൊണ്ട്, നിന്റെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ ആരാധന കൊണ്ട് മടങ്ങി വരുന്ന ദിവസമുണ്ടെന്ന്. Were there not many times when you should have been utterly destroyed? Many times when the enemy tried to burn you up and to completely destroy you. But the reason why that hallelujah you have still been sustained, the reason why you are still in the presence of God is because His mercies, they fail not. His compassions, they are hallelujah everlasting. There was someone God had placed so that they would intercede for you in prayer. The reason why you're still standing, because there's a reason for hope. അവൻ ചിലർ കർത്താവ് ഇത്രയും കണ്ണുനീര് എനിക്ക് എന്തിനാ? Many people ask, why Lord do I have such tears in my life? ഭാരം എനിക്ക് എന്തിനാ? Why do I have to bear this burden? ഒരു ശേഷിപ്പായിട്ട് കർത്താവ് നിന്നെ മാറ്റിയിട്ടിരിക്കുകയാ. God has kept you as a remnant. ആമിഷം മുഴുവൻ തീർന്നിട്ടില്ലല്ലോ. Because you have not been utterly destroyed. ആമിഷം ഇന്ന് പകൽക്കാലം അതിന്റെ അകത്തുനിന്ന് ചിലത് ആമിഷം വീണ്ടും ഒരു ആരാധന, വീണ്ടും ഒരു ദൈവമഹത്വം, വീണ്ടും ഒരു ദൈവിക വിടുതൽ നിന്റെ കാലഘട്ടത്തിൽ കാണേണ്ടതിന് അവന്റെ മാറ്റിയിട്ടിരിക്കുകയാണെന്നുള്ളത് ഇന്ന് പകൽക്കാലം ആത്മാവ് ചിലരോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. Today we must recognize in the spirit that God has kept you as a remnant, because there is a day of restoration. There is a day in which God wants to act hallelujah through you and in you. He wants to hallelujah continue to reveal His mighty hand and His work in your life. ആമേൻ. മുഴുവനും മുടിഞ്ഞു പോകേണ്ടതാ, മുഴുവനും തീരേണ്ടതാ, ആമേൻ മുഴുവനും ഇല്ലാതാകേണ്ടതാ. പക്ഷെങ്കിൽ എവിടെയോ കരുണ തീർന്നു പോകാത്തത് കൊണ്ട് ഒരു ശേഷിപ്പായി ദൈവം നിന്റെ കുടുംബത്തെ മാറ്റിയിട്ടിരിക്കുകയാണെന്ന് ചിലരോട് ആത്മാവിന്റെ പകലക്കാലം ഇടപെടുകയാണ്. അവന്റെ കരുണ തീർന്നിട്ടില്ല എന്നുള്ളത് ദൈവാത്മാവ് തെളിയിക്കാൻ പോകുകയാണ്. Many times you were supposed to be completely destroyed. There were many times when you were supposed to be completely wiped out by sickness and disease and the challenges and the grief that the enemy brought in your mind. Hallelujah. Such that you could no longer stand, such that you could no longer hallelujah serve the living God. But He has kept you as a remnant. He has continued to sustain you, because there is a day of restoration, because there is more that God wishes to do in you and through you. അവൻ നമ്മൾ ഒരിക്കൽ ബൈബിൾ സ്റ്റഡിക്ക് ഇടയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. See, I had mentioned once in the Bible study the difference between compassion and grace. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മേഴ്സി ആൻഡ് ഗ്രേസ് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഓർക്കുന്നില്ല, പിന്നെ പണ്ടത്തെ. അമീൻ സ്തോത്രം. ഞാൻ ഒന്ന് പറയാം. മേഴ്സി ഈസ് ഗോഡ് നോട്ട് ഗിവിങ് as what we deserve. അമീൻ സ്തോത്രം. മനസ്സിലായിരിക്കില്ലോ? മേഴ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതിന് യോഗ്യരാണ് കിട്ടാൻ, പക്ഷേ ദൈവം എന്ത് ചെയ്തില്ല എന്ന് വെച്ചാൽ അടി കിട്ടേണ്ടതാണ്, ഇപ്പോൾ മനസ്സിലായി, വെട്ടിക്കളയേണ്ടതാണ്, പറിച്ചു മാറ്റേണ്ടതാണ്, അത് ഡിസേർവ് യോഗ്യനാണ്. പക്ഷെങ്കിൽ കരുണ വന്നിട്ട് അത് തരാതെ സ്വർഗ്ഗം പിന്നെ നിർത്തിയിരിക്കുകയാണ്. അതാണ് കരുണ എന്ന് പറയുന്നത്. Mercy is God not giving us what we deserve. Though we deserve certain things because of our shortcomings and failures and because of our mistakes, we deserve to have the consequences happen in our life. But God's mercy is God not giving us that which we rightly deserve. I mean, grace, കൃപ എന്ന് പറഞ്ഞാൽ grace is God giving us something we do not deserve. നമുക്ക് അർഹതയില്ലാത്തത്, ഒരിക്കലത് പ്രാപിക്കാൻ യോഗ്യതയില്ല. പ്രാപിക്കാൻ യോഗ്യതയില്ലാത്ത ചിലത് നിന്റെ മേൽ ചൊരിഞ്ഞു തരുന്നതാണ് ദൈവ കൃപ എന്ന് പറയുന്നത്. Now on the other hand, grace is when God gives us something that we don't deserve. If mercy was God withholding that which we do deserve, the punishment and the consequences in our life that we rightly deserve, if mercy is God preventing that, then grace is God giving us the blessings that we do not deserve, giving us gifts that we do not deserve, giving us hallelujah His lavish grace and love that we do not deserve. ഒന്നുകൂടെ പറയാം. Mercy is not getting the punishment we deserve. നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ, നമുക്ക് ലഭിക്കേണ്ട അടികൾ, പണിഷ്മെന്റുകൾ
സാധ്യതയുണ്ട്, യോഗ്യനാണ്, രണ്ടെണ്ണം കിട്ടാനുള്ള എല്ലാ വകുപ്പും. പക്ഷേ കരുണ അതിനെ തടയുകയാണ്. ലഭിക്കേണ്ടതാണ്, പക്ഷെങ്കിൽ ആ കരുണ അത് വേണ്ടെന്ന് വെക്കുന്നു. അമിസ്വത്രം ഒന്നുകൂടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ വെട്ടിക്കളയാൻ തീരുമാനിച്ചു. അതിന് യോഗ്യനാണ്. എന്താണ്? 3 വർഷമായിട്ട് ഫലം കണ്ടില്ല, വെട്ടിക്കളയാൻ. പക്ഷേ തോട്ടക്കാരൻ പറയുന്നു 1 വർഷം കൂടെ നിൽക്കട്ടെ, വെള്ളം ഒഴിക്കാം, വളവിടാമെന്ന് പറഞ്ഞ് വെട്ടിക്കളയേണ്ടതിന്റെ സ്ഥാനത്ത് ആ കരുണ വന്ന് 1 വർഷം കൂടെ ദീർഘമാക്കുന്നു. See, I want you to pay attention and understand this clearly. Mercy is the dam that holds back the wrath and the punishment of God that we rightly deserve. It is God's great mercy that prevents that punishment being instated upon our lives, though we deserve it because of our decisions, because of our shortcoming. Mercy is the voice that calls out, let the tree stand for 1 more year, just in case that it would produce fruit in the next season. Mercy is the voice that holds back the axe of judgment. Praise the Lord. In the Thank you, Jesus, for your mercy. Thank you, Lord, for your mercy. We were supposed We were supposed to be chopped down by the root. We were supposed to be plucked out. We were supposed to be thrown away. We did not deserve to remain in his vineyard. But mercy is the voice that calls out and says, hallelujah, let him stand for 1 more season that he would produce fruit. Mercy, hallelujah, is that which intercedes on our behalf. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ടും കുഴപ്പമൊന്നുമില്ലാത്തപ്പോൾ ഇതെല്ലാം കർത്താവിന് സന്തോഷമാണ്, കർത്താവിന് ഹിതമാണെന്നും പറഞ്ഞ് നിങ്ങൾ മിടുക്കരായിട്ടിരിക്കരുത്. കരുണയാണ് ഇന്ന് പകലിൽ നിൽക്കുന്നത്. ദൈവദാസനോട് ശുശ്രൂഷിക്കുന്നത് അവന് കൃപയുടെ കൂടുതൽ, ശുശ്രൂഷയുടെ കൂടുതലല്ല, കരുണ കൊണ്ടാണ് നിൽക്കുന്നത്. ഇന്ന് സ്വോത്രം പറഞ്ഞെങ്കിൽ, ഇന്ന് ഡ്രൈവ് ചെയ്ത് ആലയത്തിൽ വന്നെങ്കിൽ, ജീവനോടെ ഇരിക്കുന്നെങ്കിൽ ഓർത്തോണം, വെട്ടിക്കളയാൻ അർഹത ഉണ്ടായിട്ടും അത് കയറി വരാതെ അത് നീക്കിക്കളഞ്ഞ ദൈവത്തിന്റെ കരുണയാണ്. Thank you, Jesus. Hallelujah. കരുണ തീർന്നു പോയിട്ടില്ല. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ കരുണ. Thank you, Jesus. Hallelujah. 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 Thank you, Lord. We worship you. We thank you for your mercy. We thank you for your mercy. See, when we go wrong and we have fallen from the path that God has set for us and we have missed the mark, and nothing happens, do not think that's because everything that you're doing is pleasing to God and there is nothing wrong with the path that you are leading, the decisions that you are taking, because you're not experiencing any immediate consequences. The reason God has withheld his wrath and justice from you is simply because of his mercy. If he has brought you into his presence, it's because of his mercy. Hallelujah. Though we deserve the punishment and the wrath of God because of our shortcomings and failures, we need to understand that it is his mercy that is the reason that we are still here. Hallelujah. Hallelujah. കരുണയിൻ സാഗരമേ, ശോക കൊടുവെയിലേറിടുമ്പോൾ, കരുണയിൻ സാഗരമേ, ശോക സാന്ത്വനമായി നടത്താം, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയാരുൾക, കൃപയാരുൾക, അളവെന്നെ പകർന്നിടുക. കൃപയാരുൾക, ഓ ഈ ഭൂവിലെ യാത്രയാ
സന്തോഷമുണ്ട്. How many of us are happy to know that this morning? പലതും ഞാൻ അർഹനാണെങ്കിലും പ്രാർത്ഥന കുറവുകളുണ്ട്, വിശുദ്ധിയുടെ കുറവുണ്ട്, ദൈവ സ്നേഹത്തിന്റെ കുറവുണ്ടെങ്കിലും വെട്ടിക്കളയാതെ മാറ്റി നിർത്താതെ വീണ്ടും തന്നെ അവസരത്തിനായി ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാമല്ലോ. Though I have fallen from the grace of God, though I have strayed from the path that He has ordained for my life, though I have fallen short in my love for Him, the reason why He withholds His wrath and punishment from me is simply because of His mercy. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഇരിക്കാം. Let me bring you to one more verse before I conclude my words. നമുക്ക് ഇന്ന് ഫുഡ് ക്രമീകരണം ഉണ്ടോണ്ട് ആരും ധൃതി വെക്കരുത്. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അഥവാ ദൂത് കയറി പോയാൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നെഹമ്യാന്റെ പുസ്തകം 9-ാം അധ്യായം 30-31 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കും. If we could turn to Nehemiah chapter 9 verse 30 and 31. അവർ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ശ്രദ്ധിച്ച എങ്കിലും നിന്റെ കരുണയല്ല, എന്താണ് ഉറക്കെ പറഞ്ഞേ, മഹാകരുണ നിമിത്തം നീ അവരെ നിർമൂലമാക്കിയില്ല, ഉപേക്ഷിച്ച് കളഞ്ഞതുമില്ല. നീ കൃപയും കരുണയും ഉള്ള ദൈവമല്ലോ. Hallelujah. അതോടെ വായിച്ചോ. മതി, സ്തോത്രം. ശ്രദ്ധിച്ചേ. അപ്പൊ നെഹമ്യാ പറയുകയാണ്, ഒരു യോഗ്യതയുമില്ല, ആത്മാവിന്റെ ദൂത് ശ്രദ്ധിച്ചിട്ടില്ല, ദൈവദാസന്മാരുടെ വാക്കുകൾ അവർ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ട് ജാതിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. പക്ഷെ ജാതിയുടെ കയ്യിൽ ഇരിക്കുമ്പോഴും അവന്റെ കരുണ തീർന്നിട്ടില്ല. നിർമൂലമാക്കി മുഴുവനും തകർന്നു പോകാൻ, മുഴുവനും ഇല്ലാതാകാൻ ദൈവം ആഗ്രഹിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ആ കരുണ വെളിപ്പെടുത്തിയത് ഓർത്തു മടങ്ങി വരാൻ, ഓർത്തു മാനസാന്തരപ്പെടാൻ, ദൈവമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലോട്ട് മടങ്ങി വരാൻ അവൻ കരുണ അല്ല മഹാകരുണ കൊടുത്തു. See, notice here the prophet Nehemiah says about the people of God, he says they were a rebellious people. They were a people who strayed from the path of God. They did not heed the message of the Spirit that you gave through the prophets. They did not listen to the voice of God. They refused to repent and turn back from their evil ways. And so you handed them over to their enemies so that they would be given away as captives and exiles. But hallelujah, he says, nevertheless, hallelujah, in your great mercy you did not utterly consume them nor forsake them. Nehemiah says, yes, it is true that we strayed from your presence. It is true that you handed us over to our enemies, but you did not utterly consume us. You hallelujah gave us a reason for hope, and that was this: it was because of your mercy and grace. No, it was because of your great mercy. ഒരു മഹാകരുണ, the great mercy of God. നമ്മുടെ കുടുംബത്തിന്റെ മേൽ ആ കരുണ ഉണ്ടെന്ന്. The mercy of God is upon our family. ഒരു മഹാകരുണ നിന്റെ ജീവിതത്തിന്റെ മേൽ കർത്താവ് വെളിപ്പെടുത്തുമെന്ന്. The great mercy of God is upon your life. നിന്നെ എന്നേക്കും ഉപേക്ഷിക്കത്തില്ല. He will not hallelujah forget you. നിന്നെ എന്നേക്കും തള്ളിക്കളയത്തില്ല. He will not forsake you for all. ആ കരുണയുടെ കരം നീ ആത്മാവിൽ കണ്ടിട്ട് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്ന നിന്നെ മടക്കി വരുത്താൻ ദൈവം ശക്തനാണെന്ന്. You will see hallelujah the hand of mercy reveal itself in your life, and that will be the reason hallelujah that brings you back into His presence. ഇല്ലാതാകാനാണെങ്കിൽ തകരാനാണെങ്കിൽ രണ്ടും രണ്ടാകാനാണെങ്കിൽ എത്രയോ സന്ദർഭം നിന്റെ ജീവിതത്തിൽ വന്നു. എന്ത് ഇന്നും നിന്നെ നിർത്തിയത് മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ കരുണ തീർന്നിട്ടില്ല. There were so many times when you should have been utterly destroyed, so many opportunities that the enemy could have torn you apart. There were many times when you should have been left to nothing, but the reason why we are still in the presence of God, the reason why He has still sustained us is because of His mercy. His great mercy has not failed us. ഓടുന്ന പകലിൽ ആരാധിക്കുമ്പോൾ, ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ, വീട്ടിലിരിക്കുമ്പോഴൊക്കെ പറയണം അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല, അവന്റെ കരുണ തീർന്നു പോന്ന് പറഞ്ഞേ. എന്റെ ദൈവത്തിന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അവൻ തകർന്നു കിടക്കുകയാണ്, കത്തിക്കിടക്കുകയാണ്, അവൻ ചണ്ടി കൂമ്പാരമാണ്. പക്ഷെ ഒന്ന് വിശ്വസിക്കുന്നു, അവന്റെ കരുണ തീർന്നിട്ടില്ല എങ്കിൽ ഈ ചണ്ടി കൂമ്പാരത്തിനകത്തുനിന്ന് കല്ലുകളെ എഴുന്നേൽപ്പിക്കാൻ
നടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. Our God is faithful. Our God is merciful. So as we are in the presence of God, as you return to your homes, you need to remember, hallelujah, and remind your soul that Hallelujah. our God is a merciful God. He is so great, hallelujah, in mercy. We should have been utterly destroyed. We should have been utterly consumed. But because of His great mercy, I am still standing even today. Hallelujah, we were utterly burnt up. We were left as rubble. But He is one because of His mercy. Hallelujah, we have reason for hope that even from the ashes, He will be able to rebuild the walls of Jerusalem. എസ്രായുടെ പ്രവചനത്തിലൂടെ ഒരു ഭാഗം പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോവാം. എസ്രായ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 8ഉം 9ഉം കൂടെ ഒന്ന് വായിച്ചേ. If you also pay attention to the verse ഒരു മഹത്വം അവിടെ പറയുന്നുണ്ട്. in the verse in the book of Ezra chapter 9 and verse 8 and 9. ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യ സ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും സ്തോത്രം, സകലതും തീർന്നു കഴിഞ്ഞെന്ന് പറഞ്ഞ് ബാബേൽ പ്രവാസത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായി. ഓപ്പണിംഗ് ഉണ്ടായപ്പോൾ എസ്ര പറയുന്ന ഒരു ഭാഗമാണ് സ്തോത്രം, ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിന് ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ചു. See, hallelujah, when the people of God had been they thought that it was all over. They are in bondage, they're in captivity, they have been taken as exiles into a foreign land. But here the man of God receives the revelation from the presence of God, and this is what he says. He has given us, hallelujah, he has left a remnant so that we might escape. He has enlightened our eyes and given us a measure of revival even in our bondage. 9ാമത്തെ വാക്യം കൂടെ വായിച്ചു. ശ്രദ്ധിച്ച്, ദാസ്യ സ്ഥിതിയിലാണെങ്കിലും ദൈവം ഉപേക്ഷിച്ചില്ല. See, even though we were in bondage, we were slaves, our God did not forsake us. നമ്മുടെ സ്ഥിതി ഇപ്പോ എങ്ങനാ? What is our situation? നമ്മുടെ അവസ്ഥ ഇപ്പോ എങ്ങനാ? What is our experience? ജോലിയില്ലാത്തവരോട് ചോദിച്ചാൽ അവര് പറയും ഇതുപോലൊരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായി ഞെരുങ്ങുന്നവരോട് ചോദിച്ചാൽ പറയും ഇങ്ങനെ ഒരു കഷ്ടകാലം ജീവിതത്തിൽ. പലപ്പോഴും നമ്മുടെയൊക്കെ സ്ഥിതി വളരെ പരിതാപകരമാണ്, ആർക്കും അറിയത്തില്ലേലും പല നിലകളിലുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ പറയുകയാണ്, സ്ഥിതി പരിതാപകരമാണേലും കരുണയുള്ളവൻ ഉപേക്ഷിച്ചിട്ടില്ല. If you ask those of us about our situation and our experience, those of us who are unemployed will tell you that I have never experienced such difficult situation in my life. Those of us who are going through financial crisis and difficulty will say, I've never experienced this kind of grief and struggle in my life. Even Ezra says the situation is completely contrary. If you consider us, you would consider our situation to be utterly pathetic. But he says we have reason for hope because His mercy is still on our side. He says for a little while our God has shown us grace. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. The Spirit of the Lord wants to remind you this morning that there is a grace, there is a mercy of God, a divine intervention that will completely change the situations of your life. അതിമത്തത്തിന്റെ സ്ഥിതിയിൽ നിന്ന് ചിലതിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ നിന്ന് നിന്നെ പുറത്തു വരുത്തുന്ന ദൈവത്തിന്റെ കരുണയുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. The Spirit of God wants to remind you today that there is a divine grace that is able to break and loosen the bondages of captivity to whatever it is that you have become a slave, that the grace of God will call you out into freedom. ഇന്ന് പകൽക്കാലം ഈ ദൂത് ഇവിടെ വെളിപ്പെടുമ്പോൾ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നുണ്ട്, കുടുംബ ജീവിതത്തെ ദൈവത്തിന്റെ ആത്മാവ് കാണുന്നുണ്ട്, നിന്റെ വ്യക്തിപരമായ ആത്മമണ്ഡലങ്ങളെ
ആത്മാവ് കാണുന്നുണ്ട്. ദാസ്യസ്ഥിതിയിൽ ഇരിക്കുന്നത് പോലെ നിനക്ക് സ്വയം എഴുന്നേൽക്കാൻ കഴിയാതെ, ആത്മാവിൽ ആരാധിക്കാൻ കഴിയാതെ, നീ ആഗ്രഹിക്കുന്ന സന്തോഷം കുടുംബ ജീവിതത്തിലും ആത്മമണ്ഡലത്തിലും ലഭിക്കാതെ എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ നേരത്തേക്ക് കൃപ കാണിക്കുന്ന ദൈവത്തിന്റെ കരുണയുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് ഇടപെടുകയാണ്. As this word is being ministered in the presence of God today, the Spirit discerns your heart, the Spirit discerns your families, and says, hallelujah, that though you may be going through a period of captivity, though you may be, hallelujah, lost in bondage and exile, though you may be slaves, hallelujah, to the powers, hallelujah, that have taken dominion over you, the Spirit of God says there is a grace, a mercy of God. Hallelujah. He says, hallelujah, that for a short while the grace of God has been manifest, that you would be loosened from your captivity, that your bondages would break and you would experience the freedom in the presence of ഈ God. ജീവശക്തി എന്ന് പറയുന്നത് പുതിയ ജീവിതം, ഒരു ഉണർവ്, ഒരു അവസരം, ഇതൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. See, when hallelujah, the word or to revive us or power for life is being used, it's talking about another opportunity, another chance, giving one more opportunity to rise up, to be revived, to be restored. കരുണയുടെ പ്രത്യേകതയാണ്. It's the characteristics of mercy. ഒരു ഉണർവോടെ ദൈവം തരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? If God says that He will revive you again, can you ഒരു believe? അവസരം കൂടെ കർത്താവ് തരുമെന്ന് പറഞ്ഞാൽ, If God says I will give you another chance, can ഒരു you believe പുതിയ it? ജീവിതം കൂടെ ദൈവം തരുമെന്ന് പറഞ്ഞാൽ, If God says I will restore your life, would you be able to believe നിന്റെ it? ജീവിതത്തെ നോക്കുമ്പോൾ ഒരിക്കലും നിനക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. കരുണയുടെ മഹത്വം, ദൈവകൃപയുടെ മഹത്വമാണ് ഒന്നുകൂടെ ആത്മശക്തിയിൽ എഴുന്നേൽപ്പിക്കുന്ന, ദൈവകൃപയിൽ എഴുന്നേൽപ്പിക്കുന്ന, അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുന്ന, സ്വസ്ഥതയുള്ള, സമാധാനമുള്ള ഒരു മേഖല തുറന്നു തരാൻ ദൈവം ശക്തനാണെന്ന്. As you cast your eyes from your current vantage point, it doesn't look like there is any opportunity for hope. It doesn't look like anything can be done from the ashes in which you sit. But there is a grace of God, a mercy of God that calls you out, that says, I will revive you, I will restore you, I will give you another chance, I will open doors for you that you thought were closed, I will build you up when you thought you were broken. That is the great mercy of ഒരു God. നിമിഷം കണ്ണുകളെ അടച്ച്, Can we close our eyes for a moment in അവന്റെ prayer? കരുണ തീർന്നു പോയിട്ടില്ല. His mercy is hallelujah everlasting. ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചേ. Can you just remember these words, reiterate these words in your mind? അമ്മ ഒരു ശേഷിപ്പായിട്ട് ദൈവം നിന്നെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, Because if God has left you, if He has sustained you as a remnant, നിന്നിലൂടെ ആ റീസ്റ്റോറേഷൻ സംഭവിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. God wishes hallelujah to fulfill this restoration in you. ആമി നിനക്ക് ഒരു കരുണയുടെ ഒരു ഉറവിടം കർത്താവ് തുറന്നിട്ടുണ്ടെന്ന്. God hallelujah wishes to open a fountain of mercy for you. ആമി ലോകം മുഴുവൻ അവൻ ജലപ്രളയത്താൽ മുങ്ങുമ്പോൾ ആമി തന്റെ ഭക്തന് വേണ്ടി ഒരു പെട്ടക ഒരുക്കി വെച്ചതുപോലെ നീ അറിയാത്ത ഒന്ന് കർത്താവ് നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. When the entire world is being destroyed by the great flood, there is hallelujah an ark that has been prepared for the servant of God, the one who has found favor in the eyes of God. Noah hallelujah has an ark that God has prepared for him. In the same way, God has prepared for you a place, hallelujah, a position, hallelujah, an opportunity, a situation that you have never seen or expected. നീ ഇപ്പോൾ പറയുന്ന ശൂന്യത, ഇപ്പോൾ പറയുന്ന പ്രതിസന്ധി, ഇപ്പോൾ നീ ഞരങ്ങുന്നതിനകത്തുനിന്ന് അമിസ്വന്റെ ജീവശക്തി നിന്റെ മേൽ പകർന്ന് അമിഷണം നേരത്തേക്ക് കൃപ കാണിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് നമ്മുടെ ബുദ്ധിക്കപ്പുറമായി, ചിന്തയ്ക്കപ്പുറമായി, വിചാരങ്ങൾക്കപ്പുറമായി ദൈവത്തിന്റെ കരുണയുടെ മഹത്വം നിന്റെ ഭവനത്തിനകത്ത് കർത്താവ് തുറക്കുമെന്ന് ഇന്ന് പകൽക്കാലം ചിലരോട് ആത്മാവ് ഇടപെടുകയാണ്. Are you able to believe today that there is a divine grace of God, that for a short while that you may hallelujah be restored, that you may have reason for hope? He will show you His grace and His mercy even when you thought everything is contrary, even when you thought there are no opportunities or possibilities. There is a divine hallelujah mercy of God that will call you hallelujah to restoration, that will call you to be revived. ആമേൻ. സ്വതന്ത്രം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. Let's close our eyes in prayer. സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. ഈ ജനത്തെ ഇന്ന് പകലിൽ അനുഗ്രഹിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ മുഴുവനും ചേർന്ന് കർത്താവെ സകലതും ഇല്ലാതാക്കുവാൻ മൊത്തം ഒരുപോലെ മുടിച്ചു കളയുവാൻ ദുഷ്ടപിശാച് പല നിലകളിൽ
കർത്താവ് കൊടുങ്കാറ്റും പെരുങ്കാറ്റും അടുപ്പിച്ച് തകർച്ചു കളയാൻ വെല്ലുവിളിക്കുമ്പോൾ ഒരു ശേഷിപ്പിനെ മാറ്റിയിട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കുടുംബങ്ങളെ മടക്കി വരുത്തുവാൻ കർത്താവേ ഹല്ലേലൂയ, ചില പോരുകളിൽ നിന്ന് കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ കരയാൻ കൃപ കൊടുത്ത്, ആത്മാവിൽ ആരാധിക്കാൻ കൃപ കൊടുത്ത്, ഉപവസിപ്പാൻ കൃപ കൊടുത്ത് ഒരു ശേഷിപ്പിനെ ദൈവം മാറ്റിയിടിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഒരു ജീവശക്തി ഈ ജനത്തിന് കർത്താവ് പകരണമേ. ഒരവസരം കൂടെ ഈ ജനത്തിന് പകരണമേ. ഒരു പുതിയ ജീവിതം യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് കർത്താവ് കൽപ്പിക്കണമേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദാസ്യത്തിന്റെ സ്ഥിതിയിൽ നിന്ന് കരുണയുടെ മഹത്വം ചില കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. കരയുന്ന ചിലതിന്റെ ഭവനത്തിനു മേൽ ദൈവത്തിന്റെ കരുണ തീർന്നു പോയിട്ടില്ല. നേരത്തേക്ക് കൃപ വെളിപ്പെട്ടതുപോലെ ബന്ധനങ്ങൾ അഴിയുന്ന, രോഗശക്തി അഴിയുന്ന, പോരുകളിൽ നിന്ന് പുറത്തു വരുന്ന ദൈവത്തിന്റെ കരുണ കർത്താവ് ഈ സമയം എന്റെ പ്രിയ സ്നേഹയെ ഏൽപ്പിക്കുന്നു, പ്രിയ ജെബിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ കരുണ തീർന്നു പോയിട്ടില്ല, അങ്ങനെ കരുണ തീർന്നു പോയിട്ടില്ല. ജീവശക്തി നൽകുന്ന ദൈവത്തിന്റെ വചനത്തെ ഞങ്ങൾ ഇന്ന് പകൽ ആത്മാവിൽ അയക്കുകയാണ്. ഏതു കാരണമാണെങ്കിലും ആ പോരുകളെ ശാസിക്കുന്ന കർത്താവ് ദൈവത്തിന്റെ കരുണയുടെ കരം അവരുടെ കിടക്കയിൽ ഇറങ്ങി വരട്ടെ, ആ ഹോസ്പിറ്റലുകൾ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ജീവശക്തി, ഒരു ജീവശക്തി ദൈവസഭ ആത്മാവിൽ കൽപ്പിക്കുകയാണ്. ക്ഷണനേരത്തേക്ക് കൃപ ലഭിച്ചതുപോലെ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സഭ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ആ ദൈവ കൃപ കിടക്ക മാറ്റി വിരിക്കുന്ന ആ ദൈവ കൃപ അവിടെ വ്യാപരിക്കട്ടെ. ദൈവസഭ ഒരുമിച്ച് ആത്മാവിൽ ആ ജയം പ്രഖ്യാപിക്കുകയാണ്. ദൈവസഭ ഒരുമിച്ച് അവൻ യേശുവിന്റെ നാമത്തിൽ ആ ജയത്തിന്റെ കൊടി ഉയർത്തുകയാണ്. ആ കരുണ വെളിപ്പെടട്ടെ, ആ കരുണ വെളിപ്പെടട്ടെ. ആ ജീവശക്തി ക്ഷണം നേരത്തേക്ക് വെളിപ്പെടുന്ന ദൈവ കൃപ അവയവങ്ങളിലേക്ക് ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ബലഹീനതകളെ മാറട്ടെ. കുടുംബങ്ങളെ മുടിച്ചു കളയാൻ, തലമുറകളെ മുടിച്ചു കളയാൻ വെല്ലുവിളിക്കുന്ന സകല ദുഷ്ടന്റെ പദ്ധതികളെ ദൈവസഭ ആത്മാവിൽ ബന്ധിക്കുകയാണ്. പ്രാർത്ഥനയോടെ മടങ്ങി വരട്ടെ, കണ്ണുനീരോടെ മടങ്ങി വരട്ടെ. നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.